ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം PSC സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിൻ്റെ ഫൈനൽ റിവിഷൻ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇനി നമ്മുടെ എക്സാമിലേക്ക് 2 ദിവസം മാത്രമേ ഉള്ളൂ. സോ ഈ 2 ദിവസത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ജികോം PSC. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണോ, കൺകറന്റ് ലിസ്റ്റിലുള്ളതാണോ, യൂണിയൻ ലിസ്റ്റിലാണോ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ലിസ്റ്റിലുള്ളതാണ് ലഹരി മദ്യങ്ങൾ? സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ്. എ ആണ് ഉത്തരം. 96 ഉത്തരം എ ആണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എ. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ലഹരി മദ്യങ്ങളുടെ നിരോധനം ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി മാറിപ്പോകാൻ പാടില്ല. ഇത് എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം, വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര്? വിമുക്തി മിഷന്റെ CEO ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിമുക്തി മിഷന്റെ CEO എക്സൈസ് അഡീഷണൽ കമ്മീഷണർ ആണ്. ബി, എക്സൈസ് അഡീഷണൽ കമ്മീഷണർ. ഓക്കെ, എല്ലാ ഓപ്ഷൻസും നമ്മൾ വായിക്കുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞു നമ്മുടെ എല്ലാ ഓപ്ഷൻസ് വായിക്കുമ്പോൾ അതുകൂടി അതിൻ്റെ കൂടെ തെറ്റായി പഠിച്ചു പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. വിമുക്തി മിഷന്റെ CEO ആരെന്ന് ചോദിച്ചാൽ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? ഇന്ത്യയിലുള്ള മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? എ ആണ് ഉത്തരം. നശാമുക്ത് ഭാരത്. നശാമുക്ത് ഭാരത് എ ആണ് ഉത്തരം. ഇത് ലോഞ്ച് ചെയ്തത് 2020 ഓഗസ്റ്റ് 15 കൂടി അതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 2020 ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്തിരിക്കുന്നത് നശാമുക്ത് ഭാരത്. ഓക്കെ, നശാമുക്ത് ഭാരത്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. വിമുക്തി മിഷനെ പറ്റി എല്ലാ വർഷവും 2-3 ചോദ്യങ്ങൾ വരാറുണ്ട്. വിമുക്തി മിഷൻ ഈ ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സൈസിന്റെ എല്ലാ എക്സാമിനും വിമുക്തി മിഷനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. ഓക്കെ, മുഖ്യമന്ത്രി. അതേപോലെ തന്നെ വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ടോൾ ഫ്രീ നമ്പർ ഏതാ? സി ആണ്. 14405 144 ആണ് വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പർ. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. ബൈഹാർട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വരാം ഈ ഒരു ഭാഗത്തുനിന്ന്. ഓക്കെ, സോ അതിന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതേപോലെ തന്നെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 14405. ഓക്കെ, കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? ഏത് വർഷമാണ് കേരള സർക്കാർ വിമുക്തി മിഷൻ രൂപീകരിച്ചതെന്ന് ചോദിക്കുന്നത്. ഏതാ? 2016 ആണ്. 2016 വിമുക്തി മിഷൻ ലോഞ്ച് ചെയ്തതെന്ന് ഓർക്കുക. അതിന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതിന്റെ ടോൾ ഫ്രീ നമ്പർ 14405. ഓക്കെ, ക്ലിയർ ആണല്ലോ. വീണ്ടും വിമുക്തി മിഷന്റെ ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 2016 പഠിച്ചു, അതിന്റെ കൂടെ തന്നെ ഡേറ്റും കൂടി പഠിച്ചേക്കുക. നവംബർ 20. 2016 നവംബർ 20 വിമുക്തി മിഷൻ മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്തത്. 2016 നവംബർ 20. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. നമ്മളിപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഓക്കെ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. ഓക്കെ, നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം, ഇതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, ഇതെല്ലാം ശരിയാണ്. ഉത്തരം ഡി ആണ്. ഉത്തരം ഡി. ഓക്കെ, നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്നാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാതല കമ്മിറ്റിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ കളക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും ഉണ്ട്. സി ആണ് ഉത്തരം. സി. 1, 2 and 3. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്താ വിമുക്തി പദ്ധതി? മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ട് ഒരു ബോധവൽക്കരണ മിഷൻ സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ബോധവൽക്കരണ മിഷനാണ് എന്ത്? വിമുക്തി. 2016 നവംബർ 20 ലോഞ്ച് ചെയ്തു വിമുക്തി. ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നോക്കുക, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായും എക്സൈസ് വകുപ്പ് മന്ത്രി വൈസ് ചെയർമാൻ. എക്സൈസ് മന്ത്രിയാണ് വൈസ് ചെയർമാൻ, മുഖ്യമന്ത്രി ചെയർമാൻ. അതോടൊപ്പം നികുതി വകുപ്പ് സെക്രട്ടറി കൺവീനറുമാണ്. ഓക്കെ, നികുതി വകുപ്പിന്റെ സെക്രട്ടറി ഇതിന്റെ കൺവീനറുമാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും ആൾക്കാർ ചേർന്നിട്ടുള്ള സംസ്ഥാന ഗവേണിംഗ് ബോഡി, ഒരു സംസ്ഥാന ഗവേണിംഗ് ബോഡി ഉണ്ട്, ഒരു അപെക്സ് ബോഡി ഉണ്ട്.
ഏതിന്? വിമുക്തിക്ക്. ഓക്കെ, ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രി, കൺവീനർ ആരാ? നികുതി വകുപ്പ് സെക്രട്ടറി. ഓക്കെ, ഇങ്ങനെയുള്ളൊരു അപ്പെക്സ് സംസ്ഥാന ഗവേണിംഗ് ബോഡി ഉണ്ട്. അതേപോലെ തന്നെ ഇത് കൂടാതെ എക്സൈസ് മന്ത്രി ചെയർമാനായിട്ടും നികുതി വകുപ്പിന്റെ സെക്രട്ടറി വൈസ് ചെയർമാനായിട്ടും എക്സൈസ് കമ്മീഷണർ കൺവീനർ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സംസ്ഥാന തലത്തിൽ ഇതിനുണ്ട്. ഓക്കെ, സംസ്ഥാന തലത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടി ഉണ്ടെന്ന് ഓർക്കുക. നോർമലി ചോദ്യങ്ങൾ വരുന്നത് ഈ സ്റ്റേറ്റ് ഗവേണിംഗ് കമ്മിറ്റി ബോഡിയിൽ നിന്നാണ്. ഇതാണ് ഇതിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. അത് കൂടാതെ ഒരു എക്സിക്യൂട്ടീവ് ബോഡി കൂടി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ എക്സിക്യൂട്ടീവ് ബോഡിയിലാണെങ്കിൽ ആരൊക്കെയാ? ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ചെയർമാൻ. എന്നാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഗവേണിംഗ് ബോഡിയിൽ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാൻ, കൺവീനർ നികുതി വകുപ്പിന്റെ സെക്രട്ടറിയുമാണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കൃത്യമായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, അതേപോലെ ജില്ലാ തലത്തിൽ, ഇനി ജില്ലാ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചെയർമാൻ, ജില്ലാ കളക്ടർ അതിന്റെ കൺവീനർ. ഓക്കെ, ഇത് കൂടാതെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈസ് ചെയർമാൻ. ഓക്കെ, ചെയർമാൻ ആരാ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആരാ? വൈസ് ചെയർമാൻ, ജില്ലാ കളക്ടർ കൺവീനറുമാണ്. ഇങ്ങനെയുള്ളൊരു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വിമുക്തിക്കുണ്ട്. ക്ലിയർ ആണല്ലോ? അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ആൾക്കാരുടെ നെയിം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, അതേപോലെ നമ്മുടെ എക്സൈസ് മിനിസ്റ്റർ MB രാജേഷ് ആണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ് ആരാ? KR ജ്യോതിലാൽ IAS. ഒന്ന് പഠിച്ചിരിക്കുക. ഈ ഗവേണിംഗ് ബോഡി പഠിക്കുമ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർ, കറണ്ട് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറണ്ട് അഫെയർ ആയിട്ട് വരാം. ഓക്കെ, എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൽ 21 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വെക്കാവുന്ന പരമാവധി അളവും. ഓക്കെ, നമ്മൾ അബ്കാരി ആക്ട് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സ് വരെ ഒരാൾക്ക് മദ്യം കൈവശം വെക്കാം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ കൈവശം വെക്കാം, മദ്യത്തിന്റെ ടൈപ്പ്, ഇതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പെട്ടെന്ന് പോയി കാണുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എന്ന് പറയുന്നത്, അതായത് 21 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വെക്കാവുന്ന പരമാവധി അളവ് എന്ന് പറയുന്നത് A ആണ്. ഉത്തരം A. 65 ഡിഗ്രി പ്രൂഫ് ആൻഡ് 3 ലിറ്റർ, 3 ലിറ്ററും 65 ഡിഗ്രി പ്രൂഫും. മദ്യത്തിന്റെ വീര്യം അളക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? പ്രൂഫ് എന്നാണ് പറയുക. പ്രൂഫ്, മദ്യത്തിന്റെ വീര്യം, അതാണ് 65 ഡിഗ്രി പ്രൂഫ്. ഓക്കെ, കേരളത്തിൽ വിൽക്കുന്ന ബിയറിന്റെയും വൈനിന്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? A ആണ് ഉത്തരം. 0 to 6 വരെയും 8% മുതൽ 15.5% വരെയും വൈനും. A ആണ് ഉത്തരം. ആൽക്കഹോളിന്റെ വീര്യം, ഇതിൽ അടങ്ങിയിരിക്കുന്ന വീര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കുറഞ്ഞതും കൂടിയതുമായ ആൽക്കഹോൾ വീര്യം, A ആണ് ഉത്തരം. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിന്, ഈ ജിൻ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം വരാറുണ്ട് എല്ലാ വർഷവും. എന്തിനാണെന്ന് അറിയില്ല, ജിന്നിന്റെ ചോദ്യം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 65 ഡിഗ്രി പ്രൂഫ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ 65 ഡിഗ്രി കാണുന്നില്ലല്ലോ. ഇവിടുത്തെ ഉത്തരം എന്താ? 35 ഡിഗ്രി UP എന്ന് കാണാം. അണ്ടർ പ്രൂഫ് എന്നാണ് പറയാ. 35 ഡിഗ്രി അണ്ടർ പ്രൂഫ് ആണ്. 35 അണ്ടർ പ്രൂഫ് അല്ലെങ്കിൽ 65 ഡിഗ്രി പ്രൂഫ്. ഇങ്ങനെയാണ് ഇതിന്റെ ജിന്നിന്റെ ആൽക്കഹോളിന്റെ വീര്യം. ഇത് രണ്ട് ഓപ്ഷനിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കുക. 35 UP എന്ന് പറഞ്ഞാലും ശരിയാണ്, അണ്ടർ പ്രൂഫ് ആണ്. അതേപോലെ 65 ഡിഗ്രി പ്രൂഫ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ്. മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാ? മൊത്ത വിൽപ്പന നടക്കുന്നത് D ആണ് ഉത്തരം. FL9 ലൈസൻസ് ആണ്. FL9 ലൈസൻസ്. കേരളത്തിൽ ഒരാൾക്ക് FL9 ഉള്ളൂ. ആർക്കാ? കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ ബെവ്കോയ്ക്ക് മാത്രമേ FL9 ലൈസൻസ് ഉള്ളൂ. മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ആണ് FL9 ലൈസൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15.5 VV വരെ ഈഥയിൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. ഓക്കെ, വൈൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. 35 ഡിഗ്രി അണ്ടർ പ്രൂഫ് ജിൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. ഓക്കെ, FL4A ക്ലബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി പാലിച്ചിരിക്കണം. തെറ്റാണ്. പബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്ന KTDC മാത്രമാണ്. തെറ്റാണ്. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന. അപ്പൊ ഏതാ ഉത്തരം? C ആണ് ഉത്തരം. തേർഡ് ആൻഡ് ഫോർത്ത്. 200 മീറ്റർ എന്നുള്ളത് ഇപ്പൊ 50 മീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, FL4A എന്ന് പറയുന്നത് ക്ലബ്ബുകൾക്കുള്ള ലൈസൻസ് ആണ്. പബ്ബുകൾക്കും ക്ലബ്ബുകൾക്കൊക്കെ ഉള്ള ലൈസൻസ് ആണ് FL4A എന്ന് പറയുന്നത്.
അതേപോലെ വൈനിലെ ആൽക്കഹോൾ അളവ് നേരത്തെ പറഞ്ഞു 8% ടു 15.5 വരെയാണ്. 8 ടു 15.5. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ലൈസൻസ് ഒന്ന് നോക്കാം. ലൈസൻസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായാലും 1-2 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസിലും. FL1 എന്തിനാ? FL1 ലൈസൻസ് എന്ന് പറയുന്നത് വിദേശ മദ്യം കുപ്പികളിലാക്കി ചില്ലറ വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസ് ആണ് എന്ത്? FL1 ലൈസൻസ്. കേരളത്തിൽ ആർക്കൊക്കെ FL ഉണ്ട്? ബെവ്കോ, കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾക്കാണ് FL1 ലൈസൻസ് ഉള്ളത്. FL1 ലൈസൻസ് വിദേശ മദ്യം കുപ്പികളിലാക്കി ചില്ലറ വിൽപ്പന നടത്താനുള്ള ലൈസൻസ് ആണ് FL1 ലൈസൻസ്. ബെവ്കോ ഔട്ട്ലെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്കുള്ളത് FL1 ലൈസൻസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അവിടെ മദ്യം ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, വാങ്ങിക്കൊണ്ട് കുപ്പികളിൽ വാങ്ങിക്കൊണ്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ FL1 ലൈസൻസ് ഉള്ളിടത്ത്. ഓക്കെ, FL3 എന്താ? 3 സ്റ്റാർ ഹോട്ടൽ പദവിയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് സ്റ്റാറുകളുള്ള വലിയ വലിയ ഹോട്ടലുകൾക്കോ നൽകുന്ന ലൈസൻസ് ആണ്, ബാർ ലൈസൻസ് ആണ് FL3 ലൈസൻസ്. അവിടെ മദ്യം വിളമ്പാനും അവിടെ ഇരുന്ന് മദ്യം കഴിക്കാനും അനുവാദമുണ്ട്. FL3 ലൈസൻസ്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് FL11 ഏതാ? ബിയർ വൈൻ പാർലറുകൾക്കുള്ള ലൈസൻസ് ആണ് FL11. FL11. ഓക്കെ, FL1 പഠിച്ചു, 3 പഠിച്ചു, FL11 പഠിച്ചു. ക്ലബ്ബുകൾക്കുള്ള ലൈസൻസ് ആണ് ഏതാ? നേരത്തെ ഞാൻ പറഞ്ഞു FL4A. ക്ലബ്ബുകൾക്കുള്ള ലൈസൻസ് ആണ്. അതേപോലെ FL9 എന്തിനാ? കേരളത്തിൽ വിദേശ മദ്യം, ബിയർ, വൈൻ എന്നിവയുടെ മൊത്ത വിതരണത്തിനുള്ള ലൈസൻസ് ആണ് FL9. ഓക്കെ, അതേപോലെ പ്രവർത്തന സമയം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാർത്തയിൽ. പ്രവർത്തന സമയം കൂട്ടിയതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്താ പ്രവർത്തന സമയം എത്രയാണ്? FL1 ലൈസൻസ് ഉള്ള ബെവ്കോയുടെ ചില്ലറ വിൽപ്പനശാലകളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 10 AM ടു 9 PM വരെയാണ്. 10 AM ടു 9 PM വരെയാണ് അവരുടെ പ്രവർത്തനം. അതല്ല ഇവിടെ കൂട്ടിയത്. ഏതിൻ്റെ കൂട്ടിയത്? ഇപ്പോൾ FL3യുടെയും FL11യുടെയാണ് കൂട്ടിയത്. ബാറുകളുടെയും ബിയർ വൈൻ പാർലറുകളുടെയും സമയം രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 മണി വരെ ആയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൈമിംഗ് FL3, FL11 രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഈ സമയം നീട്ടിയത്. ഓക്കെ, അതേപോലെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് അധിക ഫീസ് അടക്കുകയാണെങ്കിൽ പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ട്. പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ട്. എന്നാൽ നെക്സ്റ്റ് ഡേ ഒരു ഡ്രൈ ഡേ ആണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല. അല്ലാത്ത കേസിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, 3 മണി വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഡ്രൈവിംഗിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. സുപ്രീം കോടതി നല്ല സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ ലോ പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് പാസ്സാക്കിയത്? 2016 ഗുഡ് സമരിറ്റൻസ് ലോ പാസ്സാക്കിയത്. 2016. ഓക്കെ, ലോകത്ത് നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ലോക ഓർമ്മ ദിനം, വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ്. വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഓർമ്മ ദിനം എപ്പോഴാ? സി ആണ് ഉത്തരം. എല്ലാ നവംബർ മാസത്തിലും 3-ാമത്തെ ഞായറാഴ്ച. എല്ലാ നവംബർ മാസത്തിലെയും 3-ാമത്തെ ഞായറാഴ്ചയാണ് ലോകത്ത് വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഓർമ്മ ദിനം. ഓക്കെ, അപകടകരമായ ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? വാക്വം ക്ലച്ച്, എയർ ഹോൺ, ഇലക്ട്രിക് ബ്രേക്ക്, സ്പാർക്ക് അറസ്റ്റർ. എന്താ? സ്പാർക്ക് അറസ്റ്റർ ആണ്. ഡി, സ്പാർക്ക് അറസ്റ്റർ. ഓക്കെ, സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റ് വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാ? ഒലീവ് ഗ്രീൻ ആണ്. ഒലീവ് ഗ്രീൻ, ഒലീവ് ഗ്രീൻ. അതേപോലെ തന്നെ നേവി ബ്ലൂ. ഇതൊക്കെ സൈനിക വാഹനങ്ങൾക്ക് മാത്രമേ അടിക്കാൻ പാടുള്ളൂ, മറ്റ് വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഗുഡ് സമാരിറ്റന്റെ ഭാഗത്ത് നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമാരിറ്റന്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആശുപത്രിയിലെ മെഡിക്കോ ലീഗൽ കേസിൽ വ്യക്തിഗത വിവരങ്ങൾ നൽകണം. ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ പോലീസ് ഇയാളെ സാക്ഷിയായി വരാൻ നിർബന്ധിക്കാം. ആശുപത്രിയിലെ പ്രവേശന നടപടികൾ മുഴുവനായും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യേണ്ട. എന്ത് ചെയ്യണം? ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല. അധികൃതരെ അറിയിച്ചതിന് ശേഷം ഉടൻ തന്നെ ആശുപത്രി വിടാം. ഗുഡ് സമാരിറ്റൻസ് ലോ പ്രകാരം ചികിത്സാ ചെലവുകളൊന്നും വഹിക്കേണ്ട. അധികൃതരെ അറിയിച്ച ശേഷം നമുക്ക് അപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാലുള്ള കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സി ആണ് ഇവിടെ ഉത്തരം. സി. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഗുഡ് സമാരിറ്റൻ സ്വമേധ്യ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം. ഒരു അപകടത്തിന് അദ്ദേഹം സ്വമേധ്യ സാക്ഷിയായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താ? ബി ആണ് ഉത്തരം. ഗുഡ് സമാരിറ്റൻ അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷമണിഞ്ഞ ഉദ്യോഗസ്ഥൻ വന്ന് ചോദ്യം ചെയ്യണം. അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഈ ഒരു ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അനുയോജ്യമായ സമയം സാധാരണ സ്ഥലത്തിൽ സാധാരണ വേഷത്തിൽ വന്ന് വേണം ചോദ്യം ചെയ്യാൻ. ഓക്കെ, റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻസ്ക്രീനുകളിൽ ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ്? റൂൾ 128 പ്രകാരം ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ ചോദ്യങ്ങളും എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. 1-2 ടെക്നിക്കൽ ചോദ്യങ്ങൾ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് പഠിച്ച് വെച്ചേക്കുക. അതായത് വാഹനങ്ങളുടെ വിൻസ്ക്രീനുകളിൽ ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ?
ബി ആണ് ഉത്തരം. ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. ഓക്കെ. റൂൾ 137 പ്രകാരം ക്ലാസ് 2 ഹസാർഡസ് സാധനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തുന്നത്? ക്ലാസ് 2 ഹസാർഡസിൽ ഉൾപ്പെടുന്നത് കംപ്രസ് ഗ്യാസുകളാണ്. കംപ്രസ് ഗ്യാസുകൾ. ഓക്കെ. അതേപോലെ വന്നൊരു ചോദ്യമാണ് ഹസാർഡസ് ഗുഡ്സ് വാഹനങ്ങളിൽ ക്ലാസ് ലേബലിന്റെ വലിപ്പം ഏത് ഹസാർഡസ് സാധനമാണ് കൊണ്ടുപോകുന്നത് ലേബൽ ചെയ്യണമല്ലോ. ആ ലേബലിന്റെ വലിപ്പമാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് ഉത്തരം. 250 mm ആണ്. 250 mm സ്ക്വയർ. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 250 mm സ്ക്വയർ. 4 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പിൻ പാസഞ്ചറായി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗത. 4 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പിൻ പാസഞ്ചറായി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗത 40 km/മണിക്കൂറാണ്. 40 km/h ആണ് ഒരു കുട്ടിയെ പിൻ പാസഞ്ചറായി കയറ്റിക്കൊണ്ട് പോകേണ്ട വേഗപരിധി. ഓക്കെ. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ ഒരു ചോദ്യം മുന്നത്തെ വർഷവും ചോദിച്ചിട്ടുണ്ട്. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിലുള്ള യാത്ര ഏതാ? ബി ആണ് ഉത്തരം. സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. ചെറിയ കുട്ടികളായിട്ട് പോകുമ്പോൾ സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ മാക്സിമം വേഗത 40 km/മണിക്കൂർ ആണെന്ന് ഓർക്കുക. മോട്ടോർ സൈക്കിളിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? രക്ഷാപ്രവർത്തനം നടത്തിയ വ്യക്തി എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേസിൽ വിറ്റ്നസ് ആകണം. വിറ്റ്നസ് ആകാൻ സാധ്യമല്ല. സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. അപ്പോൾ എന്താ ശരി? സി ആണ് ഉത്തരം. സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. ഗുഡ് സമാരിറ്റൻസ് ലോ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, സ്വയം വിറ്റ്നസ് ആകാനും വിറ്റ്നസ് ആകാതിരിക്കാനും സാധിക്കും. CMVR 138(3) പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിലെ യാത്രക്കാരാണ് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? ആരൊക്കെ സീറ്റ് ബെൽറ്റ്? ഇപ്പോൾ ഡ്രൈവർ മാത്രം ധരിച്ചാൽ മതിയോ? പോരാ. ആരൊക്കെ ധരിക്കണം? വാഹനത്തിന്റെ മുൻ സീറ്റിലുള്ളവരും വാഹനത്തിന്റെ പിറകിലെ മുന്നിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെ യാത്രക്കാരും. അതായത് കാറിന്റെ ആണെങ്കിൽ മുന്നിലും പിന്നിലും ഇരിക്കുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഓക്കെ. സി ആണ് സി. വാണിംഗ് ട്രയാങ്കിൾ ചുവന്ന് തിളങ്ങുന്ന പ്രതലത്തോട് കൂടിയ ത്രികോണം 4 വീലുകളുള്ള GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7.5 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ലോറിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാർ വാങ്ങുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് എത്ര എണ്ണം വേണം? അത് ഏതിന്? GVW 7.5 ടണ്ണിന് മുകളിലുള്ള ഒരു വാഹനത്തിൽ എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാണിംഗ് ട്രയാങ്കിൾ എത്ര എണ്ണം വേണം? വണ്ടി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയി നമുക്ക് റോഡ് സൈഡിലൊക്കെ നിർത്തിയിടേണ്ടി വന്നാൽ എത്ര എണ്ണം വെക്കണം? 2 എണ്ണം വേണം. 2 എണ്ണം. എ ആണ് ഉത്തരം. വാണിംഗ് ട്രയാങ്കിൾ 2 എണ്ണം വേണം ഓർക്കുക. ഏതിന്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7.5 ടണ്ണിന് മുകളിലുള്ള വാഹനങ്ങൾക്ക്. അതേപോലെ GVW 7.5 ടണ്ണിന് മുകളിലുള്ള 4 വീലർ വാഹനങ്ങളിൽ എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? ചോക്ക് ബ്ലോക്ക്. വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാതിരിക്കാൻ വെക്കുന്ന സാധനമാണ് ചോക്ക് ബ്ലോക്ക്. ഒരു കട്ട പോലെ, അല്ലെങ്കിൽ നമ്മൾ കട്ട വെക്കുക എന്ന് പറയില്ല വണ്ടിക്ക്, ആ സാധനമാണ് ചോക്ക് എന്ന് പറയുന്നത്. ചോക്ക് ബ്ലോക്ക്. ഇത് എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7.5 ടണ്ണിന് മുകളിലുള്ള 4 വീലർക്ക് 2 എണ്ണം വേണം. ബി 2. ഓക്കെ. ഓക്കെ. ഇനി ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7.5 ടണ്ണിൽ താഴെയുള്ള 4 വീലർ ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ മതി. 1 triangle in case of 4 wheelers with GVW not exceeding 7.5 tons. ഓക്കെ. അതേപോലെ ഈ ട്രയാങ്കിളിന്റെ സൈസും കൂടി ഒന്ന് പഠിക്കുക. ചിലപ്പോൾ ടെക്നിക്കലായിട്ട് ഡീപ്പായിട്ട് ചോദിക്കാം. സൈസ് 150 mm ആണ്. ട്രയാങ്കിൾസ് ഓഫ് സൈസ് 150 mm വിത്ത് എ റെഡ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഇങ്ങനെയാണ് വേണ്ടത്. 150 mm വിത്ത് റെഡ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അതേപോലെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 4 ടണ്ണിനും 7.5 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങൾക്ക്, നമ്മൾ പറഞ്ഞത് 7.5 ടണ്ണിന് മുകളിലുള്ള 4 വീലേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് താഴെയാണെങ്കിൽ ഒരു ചോക്ക് ബ്ലോക്ക് മതി. 1 ചോക്ക് ബ്ലോക്ക് മതി. അതേപോലെ ട്രയാങ്കിൾ ആണെങ്കിലും 7.5 ടണ്ണിൽ താഴെയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ മതി. അതിന് മുകളിലോട്ടാണെങ്കിൽ 2 ട്രയാങ്കിൾ വേണ്ടെന്ന് ഓർക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പേ ചെയ്ത ക്ലാസ്സിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി 2 ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇനി കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ എംഫസൈസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 2 ദിവസം എക്സാമിലേക്കുള്ളൂ. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.